അനസ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിലെ ഏറ്റവും ധീരനായ സഹാബിയായി അറിയപ്പെടുന്നു. പ്രത്യേകിച്ച് ഉഹദിൻ്റെ രണാങ്കണത്തിൽ, ഉഹദ് യുദ്ധത്തിൽ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രകടനം ഇവരെയും അമ്പരപ്പിക്കുന്നതും അത്ഭുതമുളവാക്കുന്നതുമായിരുന്നു. ഉഹദിൽ നമുക്കറിയാം, മുസ്ലിം സമൂഹം തുടക്കത്തിൽ വിജയിക്കുകയും പിന്നീട് ശത്രുക്കൾ മുസ്ലിങ്ങളുടെ മേൽ ആധിപത്യം നേടുകയും ചെയ്ത സമയത്ത് ഉറച്ചു നിന്ന് പോരാടിയ പല ആളുകളും പരിഭ്രാന്തരായി, പല ആളുകളും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ വന്നു. അങ്ങനെ ഖുത്തില മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന വാർത്ത പരന്നു. സഹാബികൾ പരിഭ്രാന്തരായി. മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹും ഉമർ റളിയല്ലാഹു അൻഹു ആയുധങ്ങളെല്ലാം താഴെ വെച്ച് തല തൂക്കിയിട്ടിരിക്കുകയാണ്. അവരിങ്ങനെ കരയുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു അവരുടെ അടുത്ത് വന്നിട്ട് പറയാണ്, എന്താണ് നിങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചോ? നമ്മളെല്ലാവരെയും ശത്രുക്കൾ തകർക്കും. ഉമർ റളിയല്ലാഹു അൻഹു വേദനയോടുകൂടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതൻ കൊല്ലപ്പെട്ടു, ഇനി നമ്മൾ എന്തിനാണ് പോരാടുന്നത്? നമ്മൾ ഇനി എന്താണ് ചെയ്യുക? അനസ് ബിൻ നളർ ധീരനായ ഉമർ റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്, ഉമറെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് ശക്തിയായി പോരാടൂ എന്ന് പറഞ്ഞ് ദുഃഖിതരായി നിരാശരായിരുന്നവരെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരികയാണ് മഹാനായ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൻ്റെ പരിമളം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ധീരതയോടുകൂടി പോരാട്ടം നടത്തിയ ഒരാളായിരുന്നു അനസ് ബിൻ നളർ.